പാഠം 409. ഒരു പനി ഉണ്ടാക്കിയ കഥ. ഹലോ, അതെ. ശിശുപാലൻ ചേട്ടാ, മോഹനേട്ടൻ ഇവിടെ ഇല്ല. ചെറിയ പനിയുണ്ട്, അതുകൊണ്ട് ഡോക്ടറെ കാണാൻ പോയിരിക്ക. അതൊന്നും പറയാതിരിക്കാൻ നല്ലത്. ഒരു വിധത്തിൽ ഞാൻ ഉത്തമനോടെ സമ്മതിപ്പിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ. മിക്കവാറും ഇന്ന് ലീവായിരിക്കും. മോഹനേട്ടൻ വരുമ്പോൾ ഞാൻ വിളിക്കാൻ പറയാം. ശരി. മോഹനേട്ടൻ വന്നെന്ന് തോന്നുന്നു. ശരി. അയ്യോ, ഇറങ്ങണേ സാറേ. പിന്നെ സാറേ, ഡോക്ടർ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇന്ന് ഒരു ദിവസം മുഴുവൻ റെസ്റ്റ് എടുത്താൽ നാളെ ആഫീസിൽ പോവാം. ഇല്ലെങ്കിൽ പനി കൂടുവേ, ആശുപത്രി കിടക്കേണ്ടിയും വരും. ഞാൻ ആശുപത്രി കിടന്നത് തന്നെ. എന്തായി മോഹനേട്ടാ, ഡോക്ടർ എന്ത് പറഞ്ഞു? ഡോക്ടർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അയാൾ പുതിയ വീട് വെക്കാൻ പോവുകയാണ്. ആ ഭൂമിയുടെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആധാരത്തിന്റെ അസൽ പകർപ്പും കരമടച്ച രസീതുമായിട്ട് ഒരു അപേക്ഷ തരാം. കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടിട്ടാണ് ആശുപത്രി പോയത്? പനിയുടെ കാര്യം ഡോക്ടർ എന്ത് പറഞ്ഞു എന്നാണ് ഞാൻ ചോദിച്ചത്. പനിയുടെ കാര്യം അത്രയ്ക്ക് പറയാതിരിക്കുന്നു. ഞാൻ പറയാം. ഞാനും മോഹനേഷ് സാറും കൂടി ഡോക്ടറുടെ മുമ്പിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുന്നു. ഡോക്ടർ ചോദിച്ചു, എന്താ മോഹനേഷണ പ്രശ്നം എന്ന്. പനിയാണ് സാറ് പറയുന്നു. ഡോക്ടർ പതുക്കെ ഇങ്ങനെ ടെമ്പറേച്ചർ ഒക്കെ നോക്കുന്നു. ഒരു ദിവസം ആശുപത്രി കിടന്നാലും മോഹനേഷണ എന്ന് ചോദിക്കുന്നു ഡോക്ടർ. മോഹനേഷ് സാർ പതുക്കെ എണീക്കുന്നു. പിന്നെ ആശുപത്രികൾ നടത്തുന്ന ചൂഷണങ്ങളെയും മരുന്ന് കഴിച്ചാലുണ്ടാകുന്ന പ്രശ്നങ്ങളെയും പറ്റി 7.5 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ദീർഘമായ പ്രഭാഷണം. ആശുപത്രി അത്ര മോശപ്പെട്ട സ്ഥലമാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ഡോക്ടർ ചോദിക്കുന്നു. അപ്പൊ സാറിന് ഉത്തരം മുട്ടിപ്പോയി. ഡോക്ടർ മാന്യനായി പോയതുകൊണ്ട് കൂടുതൽ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. മരുന്ന് കുറിക്കുന്നു. ഞാൻ ഇടപെട്ട് മോഹനേഷ് സാറിനെ സമാധാനിപ്പിച്ച് മരുന്നും വാങ്ങുന്നു. കഴിക്കേണ്ട രീതി ഈ കവറിന്റെ പുറത്ത് എഴുതിയിട്ടുണ്ട്. ഇന്നൊരു ദിവസം മുഴുവൻ റെസ്റ്റ് എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എങ്ങനെയാവോന്ന് എനിക്കറിഞ്ഞൂടാ. വക്കീലിന്റെ സാമർത്ഥ്യം പോലെ ഇരിക്കും. ഉത്തമൻ കൂടി ഇത് നിർബന്ധിക്കേ. ഞാൻ മാത്രം പറഞ്ഞ കേക്കില്ല. എന്നെ കൊണ്ടത് പയ്യ വക്കീലേ. ഏതാണ്ട് 8:40 ആശുപത്രി ഇറങ്ങിയതാണ് ഞങ്ങള്. ഇതുവരെ ഈ സ്കൂട്ടറിൽ ഇവിടെ വരാൻ 10 മിനിറ്റ് മതിയല്ലോ. പക്ഷെ ഇപ്പൊ നോക്കൂ, സമയം 9:30. ഇത്രയും സമയം എവിടെ ആയിരുന്നു ചോദ്യര് വക്കീല്? ചോദ്യര് ഞാൻ സാർ കൂടെ സ്കൂട്ടറിൽ കയറുന്നു. തീരെ വയ്യാത്തത് കൊണ്ടാണ് സ്കൂട്ടറിൽ കയറാൻ സമ്മതിച്ചത് തന്നെ. അല്പം മുമ്പോട്ട് പോയപ്പോ കുന്നുംപുറത്തെ എസ്തപ്പാൻ ഇങ്ങനെ എതിരെ വരുന്നാണ്ടു. ഉടനെ സ്കൂട്ടർ നിർത്തിച്ചിട്ട് സാർ ചാടി അങ്ങ് ഇറങ്ങി. പിന്നെ വഴിയിൽ വെച്ച് കണ്ടതുപോലെ ഭയങ്കര സംസാരം. എസ്തപ്പാൻ അങ്ങ് പോയി. വീണ്ടും സ്കൂട്ടറിന്റെ പുറകെ കയറി. സാറ് സ്കൂട്ടറിന്റെ പിന്നിലിരിക്കുന്ന ആരെങ്കിലും കണ്ട സാറിന് കുറച്ചിലാണല്ലോ. എന്നിട്ടെന്താ, ആശുപത്രിയിൽ നിന്ന് ഇവിടെ വരെ വരുന്നതിന് മുമ്പ് എസ്തപ്പാൻ അല്ലാതെ 4 പേരെ കൂടെ സാറ് കണ്ടു. പിന്നെ കണ്ടതിന് ശേഷം എന്താണ് നടന്നതെന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, വക്കീലിന് അറിയാമല്ലോ. പനി വന്നാല് സാറ് കുറച്ച് ഒതുങ്ങുമെന്ന് ഞാൻ വിചാരിച്ചത് വെറുതെ ആണേ. അപ്പോഴേ ഞാൻ പോട്ടെ, എനിക്കിന്ന് ഒരുപാട് ജോലിയുണ്ട്. വിളിക്കുന്നുണ്ട്. ഇനി എന്താണ് പ്രശ്നം? ചെന്ന് ചോദിച്ചു നോക്ക്. ഇത് എന്താണ് സാറേ? ഈ കസേര എടുത്ത് മുറ്റത്തുകൊണ്ട് ഇടണം. എന്തിന്? ഞാൻ ഇവിടെ അസുഖമായിട്ടിരിക്കുന്നെന്ന് അറിഞ്ഞാൽ ആളുകൾ ഇങ്ങനെ വരില്ലേ? ആളുകളൊക്കെ വീട്ടിനകത്ത് വിളിച്ചിരുത്താൻ പറ്റുമോ? വീടിനകം ആകെ അലങ്കോലാവും. അതുകൊണ്ട് ഈ ചാരു കസേര എടുത്ത് മുറ്റത്തിട്ടാൽ എനിക്ക് അവിടെ ഇരിക്കാം. ഇങ്ങനെ വരുന്നവർ വന്ന് കണ്ട് സംസാരിച്ചങ്ങ് പോയിക്കോളും. അതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ സാറേ? എന്താ മോനേട്ടാ? സാർ പറയാ ഈ ചാരു കസേര എടുത്ത് മുറ്റത്തിട്ടിട്ട് സാർ അതിൽമേ ഇരിക്കാന്ന്. രോഗവിവരം തിരക്കി വരുന്നവർക്ക് മുറ്റത്തിരുന്ന് ഇങ്ങനെ ദർശനം കൊടുക്കാന്ന്. വീടാണെന്നുണ്ടെങ്കിൽ അലങ്കോലമാവാതെ ഇരിക്കും. മുറ്റത്ത് ഭയങ്കര വെയിലാണ്. പറയുന്നത് അനുസരിക്കാൻ പറ്റും. വെയിലത്തിരിക്കാൻ എനിക്ക് മടിയില്ലെങ്കിൽ പിന്നെ നിനക്കെന്താ? സാർ ഇതിൽ കയറി ഇരുന്ന പിന്നെ അങ്ങനെ എടുക്കും. സാറേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് മുറ്റത്തിടുന്നതിന് പകരം റോഡിലിട്ടാലോ?
അതാകുമ്പോ കാമ്പൗണ്ടിലേ ആരും കയറൂല. റോഡിലൂടെ പോകുന്നവർക്ക് ഈ അസുഖത്തിന്റെ വിവരം ചോദിക്കുകയും ചെയ്യാം. ഒരു തോർത്ത് കൂടെ വിരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ആശുപത്രി കൊടുത്ത കാശ് കൂടെ കിട്ടും. തമാശ പുറത്തൊന്നും എടുക്കുന്നില്ല. വാ. എടുത്തോ സാർ, തൊടല്ലേ, വയ്യ വയ്യ. എടുത്തോ. ബാക്കിയുള്ളവനെ കൊല്ലിക്കാൻ വേണ്ടി ഇയാള് സൂക്ഷിച്ച്. ഭാമേ, നീ ഇങ്ങോട്ട് തിരിഞ്ഞേക്ക്. അങ്ങോട്ട് പിടിക്ക് വയ്ക്കില്ലേ. സൂക്ഷിച്ച്. ഇറങ്ങ്. ഇതെന്താ ഉത്തമ? അങ്ങോട്ട് കൊണ്ടിറങ്ങ് ഉത്തമ. ഇത് അവിടെ അത് ഇറക്ക്. വീടിനകത്ത് ഉണ്ടാക്കിയ സാധനമാണല്ലേ. അങ്ങോട്ട് ഇറങ്ങുന്നില്ല. ഭാമേ, ഭാമേ, നീ അങ്ങോട്ട് പിടിക്ക്. ഇനി അത് ശ്ശെ, ഇത് എനിക്ക് പിടിക്കാൻ മേത്തുണ്ടല്ലേ, സുഖമില്ല. ആ, കാര്യം ഉണ്ടെന്ന് നോക്കിയേ. അയ്യോ. ദാ, ദാ. എന്താ മനുഷ്യൻ കൊണ്ട് ഈ കഷ്ടപ്പെടുത്തല്? സൂക്ഷിച്ച്, സൂക്ഷിച്ച്. തിരിച്ച്, തിരിച്ച്, തിരിച്ച്. എങ്ങോട്ട്? അങ്ങോട്ട്, അങ്ങോട്ട്, അങ്ങോട്ട് നോക്കി. ആദർശം. ദൈവമാണ്. ഉത്തമ, വണ്ടി അങ്ങോട്ട് മാറ്റട്ടെ സാറേ. പടിഞ്ഞാറോട്ട് നോക്കാനല്ല. കസേരയ്ക്ക് ലോകത്തില്ലാത്ത നീളവും. അതൊരിട്ടോ, അതൊരിട്ടോ. അങ്ങോട്ട്, അങ്ങോട്ട്. പടിഞ്ഞാറ് ദർശനം. ഇങ്ങോട്ട് കിഴക്ക് ദർശനം വേണം അല്ലേ? മതിയാ? കുറച്ചുകൂടെ പിറകിലോട്ട്, പിറകിലോട്ട്. ദാ. ഇവിടെ ആകുമ്പോ എനിക്ക് നല്ല കാറ്റ് കിട്ടും. കാണാൻ വരുന്നവർക്ക് ഇവിടെ വന്ന് അത്യാവശ്യം കുശലം പറഞ്ഞിട്ട് പോവുകയും ചെയ്യാം. എങ്ങനെയുണ്ട്? അടിപൊളി, അടിപൊളി. ആരെങ്കിലും കയറി വരുമ്പോ ഇതെന്താണ് മോനയുടെ സാറേ എന്ന് ചോദിക്കുമ്പോ വക്കീലിന് പറയാം, രാവിലെ മഴ നനഞ്ഞു, അതുകൊണ്ട് മോനയുടെ സാറിനെ ഉണങ്ങാനിട്ടിരിക്കുകയാണെന്ന്. സാറേ, വെയിലിന് നല്ല ചൂടുണ്ട്. ഈ പനിയും വെച്ചുകൊണ്ട് വെയിൽ കൊണ്ടാ പനി വീണ്ടും കൂടും. ഉത്തമ, മനുഷ്യനുണ്ടായ കാലം മുതലേ പനിയുണ്ട്. ഓ. പനി വന്ന ആരെങ്കിലും വെയിൽ കൊണ്ടതുകൊണ്ട് ഈ പനി കൂടിയതായിട്ട് ലോകത്താരും പറയുന്നില്ല. ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. ഇരുന്നോ? ഭാമേ, നീ ഒരു ചായ എടുത്തോണ്ട് വാ. കൂട്ടത്തിൽ ഇന്നത്തെ പത്രം എടുത്തോണ്ട് വാ. ചായയോട് തിന്നാനാണോ കടിയായിട്ട്? തമാശ വേണ്ട, പറയുന്ന അനുസരിച്ചാ മതി. ചെല്ല്. ഉത്തരവ് പോലെ. ഇരുന്നോ സാറേ? ആ ഉത്തമ, ഉത്തമൻ പോകുന്ന വഴിക്ക് കാണുന്ന സകലരോടും മോഹനേഷ് സാറിന് പനിയാണ്, മോഹനേഷ് സാറിന് പനിയാണ് എന്ന് പറയാനൊന്നും പോകണ്ട കേട്ടോ. പറ്റുന്നിടത്തോളം കുറച്ച് ആളുകളോട് പറഞ്ഞാൽ മതി. മനസ്സിലായല്ലോ? എന്താണ് സാറേ അങ്ങനെ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്. നാട്ടിലുള്ള സകലർക്കും എന്നെ കൊണ്ട് ഓരോരോരോ ആവശ്യങ്ങളുണ്ട്. ഞാനാണെങ്കിൽ കൈക്കൂലി വാങ്ങുകയോ പക്ഷഭേദം കാണിക്കുകയോ ഇല്ല. അങ്ങനെയുള്ളപ്പോൾ എന്നെ സന്തോഷിപ്പിക്കാൻ ആളുകൾ കണ്ടുപിടിക്കുന്ന വഴി എന്തായിരിക്കും? എന്തായിരിക്കും? എനിക്ക് അസുഖമാണെന്ന് കേട്ടറിഞ്ഞു എന്ന് പറഞ്ഞ് ഇവിടെ ഒന്ന് കുശലം ചോദിക്കും. അപ്പോ എനിക്ക് അവരോട് ചെറിയൊരു ഇഷ്ടം തോന്നുമല്ലോ. അങ്ങനെ എന്നെ സോപ്പിടാനായി സകലരും വരി 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 വരിയായിക്കിട്ട് വരില്ലേ? എനിക്കതൊരു ശല്യാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് പനിയാണെന്ന് അധികം ആരോടും പറയണ്ടെന്ന്. എന്റെ പൊന്ന് സാറേ, റവന്യൂ മന്ത്രിക്ക് പനിയാണെന്ന് അറിഞ്ഞിട്ട് ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കാത്ത കാലമാ. പിന്നെയാണ് ഒരു വില്ലേജ് ഓഫീസർ. ഇപ്പൊ പറഞ്ഞത് ഉത്തമന്റെ വിവരക്കേട്. ഒരു വില്ലേജ് ഓഫീസർക്ക് നാട്ടിലുള്ള വില എന്താണെന്ന് ഉത്തമന് മനസ്സിലാവില്ല. കാരണം ഉത്തമൻ വേറെ ഒരു ബ്രോക്കറാ. ശരി, കുറച്ചുകൂടെ തീരിട്ട് നീക്കണോ? മതിയാ? മതി. ഓ ഇപ്പൊ ആളുകളുടെ ബാഹുല്യം കൊണ്ട് ഇവിടെ ഇപ്പൊ നിക്കാൻ പറ്റൂല അല്ലേ സാറേ? പന്തലിടണമെങ്കിൽ പറഞ്ഞാ മതിയേ. എന്താ കാര്യം? നടക്കില്ല. അങ്ങനെയൊക്കെ പറയാം. ഭാമേ, ചായ എടുത്തോ. അത്ര പെട്ടെന്ന് അങ്ങ് ചായ എടുക്കാൻ പറ്റുമോ? പാല് തിളയ്ക്കണം, ചായപ്പൊടി ഇടണം, അങ്ങനെ ഒരുപാട് കടമ്പകളില്ലേ. ഞാനിപ്പോ വേറൊരു കാര്യം പറയാനാ. എനിക്ക് അസുഖമാണെന്ന് പുറത്തറിയുന്നതോടെ സംഭവം വളരെ വലിയൊരു ചർച്ചയായി മാറും. എനിക്ക് എന്താണ് അസുഖം എന്നറിയാനായിട്ട് നാട്ടിലുള്ള സകലരും വരും. വരുന്നവരോട് വന്ന വഴിയെ ചായ എടുക്കട്ടെ എന്ന് മര്യാദ ചോദിക്കണ്ട. വീട്ടിൽ വരുന്നവർക്ക് ഒരു ചായ കൊടുക്കുന്ന മര്യാദ എവിടാണോ? സാധാരണ ദിവസമാണെങ്കിൽ കൊടുക്കാം, 1-2 പേരിലെ വരൂ. ഇന്നത്തെ കാര്യം അങ്ങനെയാണോ? എനിക്ക് അസുഖമാണെന്നറിഞ്ഞ് നാട്ടിലുള്ള സകലരും വരി വരിയായിട്ട് കൊണ്ട് വരില്ലേ? എല്ലാവർക്കും ചായ കൊടുക്കാന്നുള്ളത് നടക്കുന്ന കാര്യമാണോ? അതിന് മാത്രമാണ് വരുമോ? പിന്നെ വരാതെ. അമ്മേ, ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്. വില്ലേജ് ഓഫീസർക്ക് പനിയാണെന്നറിഞ്ഞാൽ ആരാ വരാത്തത്? ഞാനാണേ പോയില്ല. വില്ലേജ് ഓഫീസർ അല്ല, കളക്ടർ ആയാലും അന്വേഷിച്ചു പോകേണ്ട കാര്യം എനിക്കില്ല. അത് നിനക്ക് മര്യാദ ഇല്ലാത്തത്. അതുകൊണ്ടല്ല, നാട്ടിലാരെങ്കിലും പനിച്ചു കിടക്കുമ്പോ അന്വേഷിച്ചു പോകേണ്ടത് എന്റെ ജോലി അല്ലാത്തത് കൊണ്ട്. സദാനന്ദൻ സാറിനോ വിശ്വനാഥ് സാറിനോ വിദ്യാലക്ഷ്മിക്കോ പനിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോവും. കാരണം എനിക്കതിനെ അടുത്തറിയാം.
പക്ഷെ എനിക്ക് പരിചയമില്ലാത്ത ഒരാളെ പനിച്ചു കിടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താണ്? നിനക്ക് പരിചയമുള്ളവരും നിന്നെ പരിചയമുള്ളവരും വളരെ കുറവാ. പക്ഷേ എന്റെ കാര്യം അങ്ങനെയല്ല. നാട്ടുകാർക്ക് മുഴുവൻ എന്നെ പരിചയമുണ്ട്. ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്. വില്ലേജ് ഓഫീസറെ കാണാൻ ശിശുപാലൻ ചേട്ടനോ സ്വയം പ്രഭയോ കാഞ്ചനയോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. ഈ ബാക്കിയുള്ളവരൊക്കെ വരേണ്ട കാര്യം എന്താണ്? ശിശുപാലനോ സ്വയം പ്രഭയോ കാഞ്ചനയോ വന്നാൽ വിവരം അറിയും. ജോലി സമയത്ത് മറ്റു കാര്യങ്ങൾ അന്വേഷിച്ചെടുക്കാൻ പാടില്ല. ഇന്ന് ഞാൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് അവരാകെ ടെൻഷനിലായിരിക്കും. ഒരു പ്രധാന കാര്യം വന്നാൽ ആരോട് സംശയം ചോദിക്കും? ഞാൻ ഫോൺ ചെയ്തപ്പോ സ്വയംപ്രഭ പറഞ്ഞെന്താണെന്ന് അറിയാമോ? സാറേ, സാറില്ലെങ്കിൽ വില്ലേജ് ഓഫീസ് ഉറങ്ങിപ്പോകുന്നു. മോഹനകൃഷ്ണൻ ഒരു ദിവസം ലീവ് എടുക്കുന്നതിന്റെ പ്രയാസം അവരറിയാൻ പോകുന്നേ ഉള്ളൂ. ആരും കാണുന്നില്ലല്ലോ. അറിഞ്ഞിട്ടുണ്ടാവില്ല. ഉത്തമനൊരു കാര്യം ഏൽപ്പിച്ച കുടിക്കാൻ ചായ, കടിക്കാൻ പത്രം. ഇനി എന്തെങ്കിലും വേണോ? തൽക്കാലം ഒന്നും വേണ്ട. ഓ, അപ്പൊ ഇനി എനിക്ക് ഓഫീസിൽ പോയല്ലോ. ഓഫീസിലോ? ഇന്നോ? ഞാനിവിടെ പനിയായിട്ടിരിക്കുമ്പോ നീ അങ്ങനെ ഓഫീസിൽ പോയങ്ങനെ? എന്റെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? എന്ത് കാര്യം? മോഹനേട്ടന് കഴിക്കാനുള്ളത് കൊണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഗുളിക എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താ? സമയാവുമ്പോ ഭക്ഷണം കഴിക്കുക, ഗുളിക എടുത്ത് കഴിക്കുക, സ്വസ്ഥായിട്ട് കുറച്ചേരം കിടന്നിറങ്ങുക. അതിന് എന്റെ കൂട്ടെന്തിനാ? അങ്ങനെ പറഞ്ഞ പോരല്ലോ. പിന്നെയോ? ഭർത്താവിന് അസുഖമായിട്ടിരിക്കുമ്പോ ഭാര്യ ജോലിക്ക് പോകുന്നത് എവിടുത്തെ ന്യായമാണ്? കഴിഞ്ഞ മാസം എനിക്ക് പനി വന്നപ്പോ മോഹനേട്ടൻ ഓഫീസിൽ പോയതാ. അതുപോലെയാണോ ഇത്? എന്താണ് വ്യത്യാസം? എനിക്കെന്തായാലും ജോലിക്ക് പറ്റൂ. നടക്കില്ല. ഞാനിത് സമ്മതിക്കുന്ന പ്രശ്നമില്ല. എന്റെ മോഹനേട്ട, ആരും എന്നെ കാണാൻ വരുന്നുണ്ടോ? പനിയെ പറ്റി ചോദിക്കുകയാണെങ്കിൽ നല്ല പനിയാണെന്ന് പറഞ്ഞേക്കണം. ഇല്ലെങ്കിൽ ചെറിയ പനി വരുമ്പോ ലീവ് എടുക്കുന്ന ആളാണ് കെ മോഹനകൃഷ്ണൻ സാറെന്ന് നാട്ടുകാർ പറയും. കഷ്ടാണ് മോഹനേട്ടൻ. മോഹനേട്ടൻ ലീവ് എടുക്കുന്നത് മോഹനേട്ടന്റെ സൗകര്യത്തിനല്ലേ? അതിനെ നാട്ടുകാരെ പേടിക്കേണ്ട കാര്യമുണ്ടോ? നമസ്കാരം വക്കീലെ. നമസ്കാരം. എന്താണ് അംബുജാക്ഷ? ഞാൻ ഉത്തമനെ കണ്ടപ്പോഴാണ് വിവരം അറിഞ്ഞത്. കഷ്ടം. ആരോടും പറയണ്ടെന്ന് ഞാൻ ഉത്തമനോട് പറഞ്ഞതാണല്ലോ. എന്നാലും പ്രകാശന്റെ കേസ് വക്കീൽ ഏറ്റെടുക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അല്ല വക്കീലെ, ഞാൻ എത്ര വട്ടം പറഞ്ഞതാ മനഃപൂർവ്വം അവൻ എന്നെ ദ്രോഹിക്കാൻ ശ്രമിക്കുകയാണെന്ന്. ഞാൻ ഒരു വഴക്കിന് ചെന്നതല്ല. എന്നിട്ടും അവൻ കേസ് കൊടുത്തപ്പോ വക്കീൽ തന്നെ ഏറ്റല്ലോ. അംബുജാക്ഷ വിചാരിക്കുന്ന പോലല്ല കാര്യങ്ങള്. കേസ് ഏറ്റെടുത്തത് ഞാനല്ല, സദാനന്ദൻ സാറാണ്. സദാനന്ദൻ സാർ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്ക് വക്കീലിനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. പറഞ്ഞു. നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇതെന്താ സാറേ ഇവിടെ ഇരിക്കുന്നേ? വെയിൽ കായാനാ? കഷ്ടം. വില്ലേജ് ഓഫീസറെ കാണാനല്ല അംബുജാക്ഷം വന്നത്, എന്നെ കാണാനായിരുന്നു. എന്നിട്ടും ഈ നേരത്തെ മോഹനേട്ടൻ ഇവിടെ ഇരിക്കുന്നതിനും ഓഫീസ് പോകുന്നതാന്ന് അയാൾ ചോദിക്കാത്തെന്താ? അവനെ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും കാര്യത്തിന് വില്ലേജ് ഓഫീസിലേക്ക് വരുമല്ലോ. അന്ന് അവന് വെയിൽ കാണുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അത് വേണ്ടതാ. ആര് വിളിക്കുന്നു? ഞാൻ നോക്കട്ടെ. ഹലോ, അതെ. ആ വിദ്യ. അയ്യോ, ഇന്ന് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മോഹനേട്ടൻ നല്ല പനിയാ. നിനക്കറിയാലോ മോഹനേട്ടന്റെ സ്വഭാവം. രാവിലെ നിർബന്ധിച്ചപ്പോ ആശുപത്രി പോയി.
തിരിച്ചു വന്നപ്പോ മുതല് ഒരു കസേര എടുത്തിട്ട് മുറ്റത്തിരിക്കുക. അയ്യോ, അതെന്താണെന്ന് ചോദിക്കരുത്, അതൊരു വലിയ കഥയാണ്. രാജപ്പനല്ലേ വരുന്നത്? അവൻ വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരുന്നിട്ടും എനിക്ക് പനിയാണെന്ന് അറിഞ്ഞപ്പോ അവൻ വന്നല്ലോ. നമസ്കാരം സാറേ. വക്കീലില്ലേ? വക്കീലിനെ കണ്ടിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നു. വക്കീലിനെ കാണണമെങ്കിൽ വക്കീൽ ഓഫീസ് പോണം. ഇതെന്നെ വീടാ. ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു സാർ. എന്ത് അത്യാവശ്യം വിടാൻ പറ്റില്ല. ഞാൻ തീരെ സുഖമില്ലായിരിക്കുമ്പോ എന്നെ ആരും ശല്യപ്പെടുത്താൻ സമ്മതിക്കില്ല. ആഹാ, എന്താ രാജപ്പ? വക്കീലെ, ലോനപ്പം പിന്നെ കേസ് കൊടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു തീർത്ത പ്രശ്നമാണ്. പക്ഷെ അവ സമ്മതിക്കുന്നില്ല. കേസായ നിലയ്ക്ക് ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാര്യം ചെയ്യ്, രാജപ്പൻ വക്കീലാഫീസ് ചെന്ന് ഒരു വക്കാലത്ത് തുപ്പിട്ട് കൊടുക്ക്. വിദ്യാലക്ഷ്മി അവിടെ ഉണ്ടാവും, ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ശരി സാറേ. ശരി. അപ്പോ സമയത്തായി 10 മണി. വില്ലേജ് ഓഫീസ് തുറക്കുന്നത് എത്ര മണിക്കാ? 10 മണിക്ക്. എന്നിട്ട് ഞാൻ ആഫീസിൽ പോകാതെ ഇവിടെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ഇപ്പൊ ചോദിക്കാത്ത? അത് സാറിന് പോകണ്ടെന്ന് തോന്നിക്കാണും. അല്ലെങ്കിൽ സർക്കാർ ഓഫീസല്ലേ, നിങ്ങൾ ഓഫീസർമാർ തോന്നും പോലെയല്ലേ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. കാട്ടിലെ തടി തേവറിടാന വലിയോടെ വലി. മനസാക്ഷിയില്ലാത്തവൻ. എന്റെ ഈശ്വരാ, ഇനി എന്താണോ അടുത്തത്? എന്താണ്, ഒരു ജോലി ചെയ്യാൻ സമ്മതിക്കില്ലേ? അതെന്തിനാ? എനിക്കിവിടെ ഇരിക്കാൻ മനസ്സില്ല, അത്ര തന്നെ. ഓ, അപ്പൊ കാണാൻ വരുന്ന ആളുകൾ വീടിനകത്ത് കയറില്ലേ? കാണാൻ ആളുകൾ വരട്ടെ, വരുമ്പോ ഇവിടെ ഇരുന്നോളാം. ഞാൻ ഒറ്റയ്ക്കോ? എനിക്ക് പനിയല്ലേ. എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ അത് നടക്കില്ല. അതുകൊണ്ട് ആരെങ്കിലും വരുമ്പോ എടുത്താവത്തിടാം. എല്ലാവർക്കും ഞാൻ വിളിച്ചിട്ടുണ്ട്. ഒരു വില്ലേജ് ഓഫീസർ പനിയായിട്ട് കിടന്നിട്ട് ആർക്കും തിരിഞ്ഞു നോക്കാൻ വയ്യ. ഞാൻ ഇവർക്കൊക്കെ വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടതാ. ഞാൻ തന്നെ അകത്ത് വയ്ക്കാം. ആരൊക്കെ വരുന്നത്? മാധവൻകുട്ടി, സുകുമാരൻ, ചന്ദ്രപ്പൻ, നാരായണൻകുട്ടി. കൊള്ളാലോ, ഇവർക്കെങ്കിലും എന്നെ ഒന്ന് കാണാൻ തോന്നിയല്ലോ. നമസ്കാരം സാറേ. നമസ്കാരം. സാറിന് പനിയാണല്ലേ? ഞങ്ങളെ ശിശുപാലൻ സാർ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ലീവ് എടുക്കാത്ത സാർ ലീവ് എടുത്തപ്പോ സംഗതി കുറച്ച് കൂടുതലാണെന്ന് തോന്നി. സംഭവം അറിഞ്ഞ പാടെ ഞങ്ങൾ ഇങ്ങോട്ട് വരികയായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട് സാർ? ഒരു നിമിഷം. നിങ്ങൾ പെട്ടെന്ന് അസുഖ വിവരങ്ങളൊക്കെ ചോദിച്ചിട്ട് പോയാൽ ശരിയാവില്ല. എല്ലാറ്റിനും ഒരു സാക്ഷി വേണമല്ലോ. സാക്ഷിയോ? ഒരു നിമിഷം. ഭാവേ, നീ കൊന്നെ. എന്താ നീ എന്താ പറഞ്ഞത്? എന്നെ കാണാൻ ആരും വരില്ലെന്നല്ലേ? കാണാൻ വന്നവരെ കാണണമെങ്കിൽ നീ വാ. ആരാ? കണ്ടറിയേണ്ടത് കണ്ടു തന്നെ അറിയണം. നീ വാ വാ. ഇവിടെ ഇവിടെ കണ്ടോ, 5 പേരുണ്ട്. ഇത് മാധവൻകുട്ടി, ഇത് ചന്ദ്രപ്പൻ, ഇത് നാരായണൻകുട്ടി, ഇത് പ്രകാശൻ, ഇത് പരിചയമില്ലാത്ത നല്ലൊരു മനുഷ്യൻ. ഇവരൊക്കെ എന്റെ സുഖവിവരം തിരക്കാൻ വന്നതാ. കേട്ടോ മാധവൻകുട്ടി, ഞാൻ ഒരു വില്ലേജ് ഓഫീസർ ആയതുകൊണ്ടാണല്ലോ നിങ്ങളെല്ലാം എന്നെ കാണാൻ വന്നത്. അതേസമയം ഒരു വക്കീലിനാണ് പനി വന്നതെന്ന് അറിഞ്ഞാൽ ആരെങ്കിലും തിരക്കി വരുമോ? ഞങ്ങള് സാറിനെ കാണാൻ മാത്രം വന്നതാ. എനിക്കറിയാം. ഒരു ദിവസം എന്നെ കാണാതെ വന്നപ്പോ നിങ്ങൾക്ക് ആകെ അങ്കലപ്പായി. ഞങ്ങളുടെ വില്ലേജ് ഓഫീസർ മോഹനേഷ സാർ എവിടെ, ഞങ്ങളുടെ വില്ലേജ് ഓഫീസർ മോഹനേഷ സാർ എവിടെ എന്ന് നിങ്ങൾ ഓരോരുത്തരും അന്വേഷിച്ചു തുടങ്ങി. നാളെ ഞാൻ ഓഫീസിലെത്തുന്നവരെ കാത്തിരിക്കാതെ നിങ്ങൾ എന്നെ കാണാൻ എന്റെ വീട്ടിൽ അന്വേഷിച്ചെത്തി. പിന്നെ ഇന്ന് തന്നെ സാറിനെ കണ്ടേ പറ്റൂ. ക്ലബിന്റെ വാർഷികത്തിന് ഇനി ഒരാഴ്ചയല്ലേ ഉള്ളൂ. ഇന്നത്തോടു കൂടി പിരിവ് നിർത്തുക. സാറിന്റെ കയ്യിൽ നിന്ന് ഐശ്വര്യമായിട്ട് 1000 രൂപ വാങ്ങി വേണം പിരിവ് ക്ലോസ് ചെയ്യാൻ. എന്താ ക്ലബിന്റെ വാർഷികം? കഴിഞ്ഞ ദിവസം ഞാൻ സാറിനോട് പറഞ്ഞിരുന്നു. വേണ്ട എന്താന്ന് വെച്ചാൽ ചെയ്യാമെന്ന് സാറ് പറഞ്ഞു.
നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? പറഞ്ഞല്ലോ സാർ, 1000 രൂപ. എവിടെ മോഹനകൃഷ്ണൻ സാർ എവിടെ? വക്കീല് സാറോട് പോയി. അല്ല അത് അങ്ങനെ ഇപ്പൊ ചോദിച്ചാൽ ഞാൻ എന്താ പറയാ. തൽക്കാലം നിങ്ങൾ പൊയ്ക്കോ. മോഹനേട്ടൻ പിരിവ് ക്ലബിൽ കൊണ്ടും തരും. ഉറപ്പാണല്ലോ. മോഹനേട്ടൻ പറഞ്ഞ പിന്നെ മാറുവോ? നിങ്ങൾ ധൈര്യമായിട്ട് ചെല്ലേ. ശരി ശരി ആയിക്കോട്ടെ. എടാ എന്നാലും സാർ ഇത് ഇവിടെ പോയി. എന്നാലും ഇത് എവിടെ പോയി? ഇല്ലല്ലോ. എന്നാലും ഇത്ര പെട്ടെന്ന് അങ്ങോട്ട് പോയി. കൊള്ളമില്ല ചാപ്പിസറേ. മോഹനേട്ടാ, 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 മോഹനേട്ടോ, മോഹനേട്ടാ. അവര് പോയാ? അവരൊക്കെ പോയി. എന്ത് പറഞ്ഞു? മോഹനേട്ടൻ ആഫീസിൽ പോകുന്ന വഴിക്ക് ക്ലബിൽ കയറി കാശ് കൊടുത്തോളൂ ഞാൻ പറഞ്ഞപ്പോ അവരൊക്കെ പോയി. ഓഫീസിൽ പോകുന്ന റൂട്ട് മാറ്റേണ്ടി വരല്ലേ? എങ്കിൽ സഹകരണ മകന്റെ അടുത്തൂടെ പോവാ. അപ്പൊ അവര് വില്ലേജ് ഓഫീസിലേക്ക് വരില്ലേ? അപ്പൊ ഇനി ഒരുപാട് ലീവ് എടുക്കേണ്ടി വരുമോ? അപ്പൊ അവര് ഇങ്ങോട്ട് തന്നെ വരും. എന്റെ മോഹനേട്ട അവർ 1000 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ. അതും കൊടുത്താൽ എന്താ? 1000 രൂപയ്ക്ക് 1000 രൂപയുടെ വിലയുണ്ട്. അതങ്ങനെ തോന്നും പോലെ ചെലവാക്കാനുള്ളതല്ല. പിന്നെ എന്ത് ചെയ്യും? ഒരു സ്ഥലം മാറ്റം ചോദിച്ചു നോക്കിയാലോ? 1000 രൂപ ലാഭിക്കാനോ? എന്റെ പിശുക്കാ.